ഇതാണ് നിങ്ങൾ കാത്തിരുന്ന എപ്പിസോഡ് മേക്കിംഗ് എ ലൈവ് ആക്ഷൻ സൈബർപങ്ക് സീൻ പാർട്ട് 3 പോസ്റ്റ് പ്രൊഡക്ഷൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഷൂട്ട് ചെയ്ത തീർത്ത ഫുട്ടേജസ് നിന്ന് കീയിങ്, എൻവയോൺമെന്റ് ഡിസൈനിങ്, ആനിമേറ്റിംഗ്, കോമ്പോസിറ്റിംഗ് ഈ പരിപാടികളെല്ലാം തീർത്ത് ഒരു ഫൈനൽ ഔട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് വരെയുള്ള ആ എൻറ്റയർ പ്രോസസ്സിനെ കുറിച്ചാണ്. ആദ്യം നമ്മൾ ഈ ഷൂട്ട് ചെയ്ത ക്ലിപ്പുകളെല്ലാം കൂടെ സോർട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം. ഈ VFX വർക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഈ എൻറ്റയർ ക്ലിപ്പിലും VFX വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇത് എഡിറ്റ് ചെയ്തിട്ട് ആ വേണ്ട പോർഷൻ മാത്രം ട്രിം ചെയ്തെടുത്തിട്ട് അത്ര ഏരിയയിൽ മാത്രം VFX വർക്ക് ചെയ്താൽ മതി. സോ ഞാൻ ആദ്യം ചെയ്തത് നമ്മുടെ ആനിമാറ്റിക്സിന്റെ മറ്റേ പഴയ ടൈം ലൈൻ ഉണ്ടല്ലോ, അതിലോട്ട് ഈ ഷൂട്ട് ചെയ്ത ഫുട്ടേജസ് ഒക്കെ ഇമ്പോർട്ട് ചെയ്തിട്ട് ആ ആനിമാറ്റിക്സിന്റെ ടൈമിംഗ് വെച്ചിട്ട് ഈ ഓരോ ക്ലിപ്പുകളും കട്ട് ചെയ്തു. എന്നിട്ട് ഈ ഓരോ ഇൻഡിവിജ്വൽ ഷോട്ടുകളും സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് റെൻഡർ ചെയ്ത് വെച്ചു. ഷോട്ടുകളൊക്കെ ട്രിം ചെയ്ത സ്ഥിതിക്ക് നമുക്കിനി ഈ ക്യാരക്ടറിനെ ഓരോ ഷോട്ടുകളിൽ നിന്ന് ഗ്രീൻ സ്ക്രീൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഷോട്ടുകളിൽ നിന്ന് ഗ്രീൻ സ്ക്രീൻ അല്ലെങ്കിൽ ബ്ലൂ സ്ക്രീൻ റിമൂവ് ചെയ്തിട്ട് ഈ ക്യാരക്ടറിനെ അല്ലെങ്കിൽ സബ്ജക്റ്റിനെ സെപ്പറേറ്റ് ചെയ്യുന്ന പരിപാടിയാണ് കീയിങ് അല്ലെങ്കിൽ ക്രോമ കീയിങ് എന്ന് പറയുന്നത്. പ്രോപ്പർ ആയിട്ട് ലൈറ്റ് ചെയ്ത ഫുട്ടേജ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം ഒറ്റ ക്ലിക്കിൽ അല്ലെങ്കിൽ കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെന്റ്സ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് കീ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ചില വൃത്തികെട്ട സാഹചര്യങ്ങളിൽ ലൈറ്റിംഗ് പ്രോപ്പർ അല്ലെങ്കിലോ അല്ലെങ്കിൽ സബ്ജക്റ്റിന്റെ ഷാഡോസ് ഒരുപാട് ഗ്രീൻ സ്ക്രീനിൽ വീണിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഗ്രീൻ സ്ക്രീനിൽ ഒരുപാട് റിങ്കിൾസ് ഉണ്ടെങ്കിലോ ഒക്കെ നമുക്ക് പ്രോപ്പർ ആയിട്ട് സബ്ജക്റ്റിനെ കീ ചെയ്തെടുക്കാൻ പറ്റില്ല. സോ ഇത്തരം സാഹചര്യങ്ങളാണ് നമ്മൾ ഈ ഫുട്ടേജസ് കീയിങ്ങിന് പകരം റോട്ടോ ചെയ്യേണ്ടി വരിക. റോട്ടോ അല്ലെങ്കിൽ റോട്ടോസ്കോപ്പി എന്ന് പറയുന്നത് ഒരുപാട് പേഷ്യൻസ് വേണ്ട ഒരു പരിപാടിയാണ്. അതായത് ഓരോ ഷോട്ടുകളിൽ നിന്ന് ഫ്രെയിം ബൈ ഫ്രെയിം ഒരു ക്യാരക്ടറിനെ നമ്മൾ വരച്ച് കട്ട് ചെയ്തെടുക്കുന്ന പരിപാടിയാണ് റോട്ടോസ്കോപ്പി. മുടിനാരികൾ വരെ നമ്മൾ ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം വരച്ച് കട്ട് ചെയ്യേണ്ടി വരും. ഇത്രയും മാനുവൽ ലേബർ വേണ്ട പരിപാടി ആയതുകൊണ്ട് VFX സ്റ്റുഡിയോസിൽ റോട്ടോ എന്നൊരു ഡിപ്പാർട്ട്മെന്റ് തന്നെയുണ്ട്. VFX ഇൻഡസ്ട്രിയിലേക്ക് നമ്മൾ ആദ്യം കയറുമ്പോൾ മിക്കവാറും നമ്മൾ ആദ്യം കയറുന്നത് ഈ റോട്ടോ ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെ ആയിരിക്കും. എല്ലാവർക്കും റോട്ടോ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ എന്നെ സംബന്ധിച്ച് ജീവിതം വെറുത്തു പോകുന്ന പരിപാടിയായിരുന്നു. ഓക്കെ, അപ്പോൾ കീയിങ്ങും റോട്ടോ ഒക്കെ കഴിഞ്ഞു. എല്ലാ ഷോട്ടുകളിൽ നിന്ന് സബ്ജക്റ്റിനെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തു. അപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത ഓരോ ഷോട്ടുകളും ട്രാൻസ്പെറന്റ് വീഡിയോസ് ആയിട്ട് ഇൻഡിവിജ്വൽ ക്ലിപ്സ് ആയിട്ട് ഞാൻ റെൻഡർ ചെയ്ത് വെച്ചായിരുന്നു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പ്രോജക്റ്റിന് ആവശ്യമായിട്ടുള്ള 3D എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യലാണ്. എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്തത് ബ്ലെൻഡർ ആണ്. കുറച്ച് ഫ്രീ 3D മോഡൽസ്, കുറച്ച് ബിൽഡിംഗ്സിന്റെയും അതുപോലെ കുറച്ച് റോഡിന്റെ ഒക്കെ ലോ പോളി മോഡൽസ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ ബ്ലെൻഡറിൽ ചേർത്ത് വെച്ചിട്ട് ഒരു ലോ പോളി സിറ്റി ഞാൻ ക്രിയേറ്റ് ചെയ്തു. ശേഷം ഈ 3D മോഡലിനെ ആഫ്റ്റർ എഫക്ട്സിലെ എലമെന്റ് 3D പ്ലഗിനിലേക്ക് ഇമ്പോർട്ട് ചെയ്തു. എന്നോട് കുറച്ച് പേര് ചോദിച്ചായിരുന്നു ഈ പ്രോജക്റ്റ് ഞാൻ കംപ്ലീറ്റ്ലി ബ്ലെൻഡറിലാണോ ചെയ്തതെന്ന്. പക്ഷേ ബ്ലെൻഡർ ഞാൻ കുറച്ച് ആനിമേഷൻസിനും മോഡലിങ്ങിനൊക്കെ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. മെയിൻ ആയിട്ടുള്ള 3D വർക്കുകളൊക്കെ ഞാൻ ആഫ്റ്റർ എഫക്ട്സിലെ എലമെന്റ് 3D പ്ലഗിനാണ് യൂസ് ചെയ്തത്. ആഫ്റ്റർ എഫക്ട്സിലെ ഒരു പ്ലഗിനാണ് വീഡിയോ കോപ്പൈലറ്റിന്റെ എലമെന്റ് 3D. നമുക്ക് ആഫ്റ്റർ എഫക്ട്സിന്റെ ഉള്ളിലേക്ക് തന്നെ 3D മോഡൽസ് ഇമ്പോർട്ട് ചെയ്യാനും അത്യാവശ്യം ആനിമേഷൻസ് ഒക്കെ കൊടുക്കാനും ലൈവ് ആക്ഷൻ ഫുട്ടേജസിലേക്ക് 3D മോഡൽസിന് ആഡ് ചെയ്യാനൊക്കെ നമുക്ക് എലമെന്റ് 3D യൂസ് ചെയ്യാൻ പറ്റും. VFXനേക്കാൾ കൂടുതലും മോഷൻ ഗ്രാഫിക്സും ടൈറ്റിൽ ആനിമേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനാണ് എലമെന്റ് 3D കോമൺ ആയിട്ട് യൂസ് ചെയ്യാറ്. എന്തുകൊണ്ട് ഈ പ്രോജക്റ്റിൽ ബ്ലെൻഡറിന് പകരം എലമെന്റ് 3D യൂസ് ചെയ്തെന്ന് വെച്ചാൽ ബ്ലെൻഡർ യൂസ് ചെയ്യാൻ അറിയാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ, ബ്ലെൻഡറിൽ ക്രിയേറ്റ് ചെയ്തത് ഒരു പക്ക നോർമൽ സിറ്റി ആയിരുന്നു. ഇതിനെ എലമെന്റ് 3Dയിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇതിനെ ഒരു സൈബർപങ്ക് ലുക്കിലേക്ക് മാറ്റണം. ഞാൻ നോക്കിയിട്ട് അതിനുള്ള ഏറ്റവും എളുപ്പ പരിപാടി എന്ന് പറയുന്നത് ഈ ബിൽഡിംഗ്സിന്റെ മുകളിലെല്ലാം കുറെ ബിൽ ബോർഡ്സ് ആഡ് ചെയ്യലാണ്. അതിന് വേണ്ടിയിട്ട് എലമെന്റ് 3Dയിൽ കുറെ പ്ലെയിൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ പ്ലെയിൻസിൽ ടെക്സ്ചർ ആയിട്ട് കുറെ പോസ്റ്റേഴ്സ് ആഡ് ചെയ്തു. എന്നിട്ട് ആ പോസ്റ്റേഴ്സിന്റെ ഇലുമിനേഷൻ ഒക്കെ കൂട്ടിയിട്ട് കഴിഞ്ഞപ്പോൾ അതൊക്കെ തിളങ്ങിയൊക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്കിത് കാണുമ്പോൾ ഒരു സൈബർപങ്ക് സിറ്റിയുടെ ലുക്കൊക്കെ കിട്ടും. എൻവയോൺമെന്റ് സെറ്റ് ആയ സ്ഥിതിക്ക് നമുക്കിനി അടുത്തത് ഈ റോബോട്ടിക് കോപ്പിന്റെ മോഡലിനെ കുറിച്ച് നോക്കാം. ഈ മോഡൽ എനിക്ക് കിട്ടിയത് Mixamo.com എന്ന് പറയുന്ന സൈറ്റിൽ നിന്നാണ്. Mixamo എന്ന് പറയുന്ന അത്യാവശ്യം കുറച്ച് 3D മോഡൽസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ കസ്റ്റം 3D മോഡൽസിനെ ആനിമേറ്റ് ചെയ്യാനും പറ്റുന്ന ഒരു ഫ്രീ വെബ്സൈറ്റ് ആണ് Mixamo. അപ്പോൾ ഈ ഡൗൺലോഡ് ചെയ്ത ഫ്രീ 3D മോഡലിനെ കോൺസെപ്റ്റ് ആർട്ടിനനുസരിച്ച് ടെക്സ്ചർ ചേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ ഈ റോബോട്ടിക് കോപ്പിന്റെ മോഡൽ കംപ്ലീറ്റ് ചെയ്തത്. Mixamoയിൽ തന്നെയാണ് ഞാൻ ഈ മോഡൽ ആനിമേറ്റ് ചെയ്തതും. ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള ആനിമേഷൻസ് ചെയ്യുന്നത് നമുക്ക് ആവശ്യമുള്ള നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അത് ഓട്ടോമാറ്റിക്കലി ആ 3D മോഡലിലേക്ക് അപ്ലൈ ആയിക്കോളും. എന്നിട്ട് ഈ ആനിമേറ്റഡ് 3D മോഡലിനെ ഒരു FBX ഫയലായിട്ട് നമുക്ക് Mixamoയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഈ FBX ഫയൽ എലമെന്റ് 3Dയിൽ സപ്പോർട്ട് ആവത്തില്ല. അതുകൊണ്ട് നമുക്ക് ബ്ലെൻഡറിൽ ഇതിനെ ഒരു OBJ സീക്വൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. നിങ്ങൾക്കറിയാലോ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സീക്വൻസ് ഓഫ് ഇമേജസ് ആണ്. അതുപോലെ ഒരു OBJ സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഒരു സീക്വൻസ് ഓഫ് 3D മോഡൽസ് ആണ്. അതായത് ഓരോ ഫ്രെയിമിലും ഓരോ ഡിഫറെന്റ് പോസസ് ഉള്ള ഒരു 3D മോഡൽ സീക്വൻസ്. ഇമേജ് സീക്വൻസ് റൺ ചെയ്യുമ്പോൾ വീഡിയോ പ്ലേ ആവുന്നത് പോലെ ഈ 3D സീക്വൻസ് റൺ ചെയ്യുമ്പോൾ ഈ 3D മോഡൽ ആനിമേറ്റഡ് ആയതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. ബ്ലെൻഡർ നന്നായിട്ട് അറിയായിരുന്നെങ്കിൽ ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻസിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ. എന്തായാലും ഈ OBJ സീക്വൻസ് എലമെന്റ് 3Dയിൽ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആഫ്റ്റർ എഫക്ട്സിനുള്ളിൽ തന്നെ ഈ 3D ആനിമേഷൻ പ്ലേ ചെയ്യാൻ പറ്റും. ഇനി അടുത്തതായിട്ട് നമുക്ക് ആ 3D എൻവയോൺമെന്റ് ലൈറ്റ് ചെയ്യണം. മാക്സിമം നമുക്ക് ആ ലൈവ് ആക്ഷൻ ഫുട്ടേജസിലെ ലൈറ്റ് ഒക്കെ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഈ 3D സ്പേസിൽ ശ്രമിക്കാമെന്ന് ഞാൻ പറയുന്നുള്ളൂ, കാരണം ഇതിനകത്ത് ഞാനും വലിയ കാര്യമായിട്ട് വിജയിച്ചിട്ടൊന്നുമില്ല. പറയുന്നതും ചെയ്യുന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നമുക്കിനി അടുത്തതായിട്ട് എങ്ങനെയാണ് ഈ ലൈവ് ആക്ഷൻ ഫുട്ടേജിനെ ഈ 3D ബാക്ക്ഗ്രൗണ്ടിലേക്ക് പ്ലേസ് ചെയ്തെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ എലമെന്റ് 3Dയിൽ ഒരു പ്ലെയിൻ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഓൾറെഡി കീ ചെയ്ത് റോട്ടോ ചെയ്ത് വെച്ചിരിക്കും
ചെയ്തിരിക്കുന്ന ആക്ടറിന്റെ ട്രാൻസ്പെറന്റ് ഫുട്ടേജിനെ ഒരു ടെക്സ്ചറായിട്ട് ആ പ്ലെയിനിലേക്ക് ഇമ്പോർട്ട് ചെയ്തു. എന്നിട്ട് ക്യാമറയും കറക്റ്റ് ആംഗിളിലാണ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ ആ ക്യാരക്ടറും അത്യാവശ്യം ആ 3D സ്പേസിൽ നിൽക്കുന്ന പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ഈ പ്രോസസ് എല്ലാ ഷോട്ടിലും കംപ്ലീറ്റ് ചെയ്തിട്ട്, അതായത് എല്ലാ ഷോട്ടുകളിലും 3D സ്പേസിൽ പ്ലെയിൻ ആഡ് ചെയ്തിട്ട് അതിൽ ലൈവ് ആക്ഷൻ ഫുട്ടേജ് ആഡ് ചെയ്ത് പിന്നീട് ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് ക്യാമറ മൂവ്മെന്റ് ഒക്കെ ഫൈനലൈസ് ചെയ്ത് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് VFXലെ ഒരു മെയിൻ സ്റ്റേജിലേക്ക് കിടക്കാം, കമ്പോസിറ്റിംഗ് എന്ന് പറയുന്നത് VFXലെ ഫൈനൽ സ്റ്റേജ് ആണ്. 3D ബാക്ക്ഗ്രൗണ്ടും ലൈവ് ആക്ഷൻ ഫുട്ടേജും ഒക്കെ കമ്പൈൻ ചെയ്ത്, അതായത് ലൈറ്റിംഗ്, പെർസ്പെക്റ്റീവ്, കളേഴ്സ് ഇതൊക്കെ മാച്ച് ചെയ്തിട്ട് ഷാഡോസും റിഫ്ലക്ഷനും ഒക്കെ ആഡ് ചെയ്തിട്ട് ആ ക്യാരക്ടർ ആ സ്പേസിൽ പ്രോപ്പറായിട്ട് നിൽക്കുന്നത് പോലത്തെ ഒരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ ഈ ഡിഫറെന്റ് എലമെന്റ്സിനെ ബ്ലെൻഡ് ചെയ്ത് ഒരു ഫൈനൽ ഷോട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പരിപാടിയാണ് കമ്പോസിറ്റിംഗ്. എല്ലാ പ്രോസസ്സും പക്കയായിട്ട് ചെയ്താലും നന്നായിട്ട് കോംബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ VFX എലമെന്റ്സ് വല്ലാണ്ട് എടുത്തു നിൽക്കും. ചില സിനിമകളിൽ പോലും VFX മോശമാണെന്ന് നമുക്ക് തോന്നുന്നതിന്റെ കാരണം പലപ്പോഴും കമ്പോസിറ്റിംഗ് പ്രോപ്പർ അല്ലാത്തതുകൊണ്ടാണ്. ബേസിക് കളർ മാച്ചിങ് ഒക്കെ ഞാൻ ചെയ്തത് ആഫ്റ്റർ എഫക്ട്സ് തന്നെ യൂസ് ചെയ്തിട്ടാണ്. പക്ഷേ ഷാഡോസ് ആഡ് ചെയ്യാനും ലൈറ്റിംഗ് മാച്ച് ചെയ്യാനും ഒക്കെ ആഫ്റ്റർ എഫക്ട്സിനേക്കാൾ ഇഫക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു സോഫ്റ്റ്വെയർ ആണ് Ebsynth. ഈ ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. സിമ്പിൾ ആയിട്ട് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു ഫുട്ടേജ് ഉണ്ട്, നിങ്ങൾ അതിനെ ഒരു ഇമേജ് സീക്വൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. എന്നിട്ട് ആ സീക്വൻസിൽ നിന്ന് ഒരു ഫ്രെയിമിനെ ഫോട്ടോഷോപ്പിൽ കൊണ്ടുപോയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നു. ചിലപ്പോൾ അതിന്റെ ലൈറ്റിംഗ് ചേഞ്ച് ചെയ്യാം, ചിലപ്പോൾ അതിനെ സ്റ്റൈലൈസ് ചെയ്ത് വേറൊരു സ്റ്റൈലിലേക്ക് മാറ്റാം. എന്തൊക്കെയാണെങ്കിലും ആ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് ആ ഫ്രെയിമിനെ ഒരു ഇമേജ് ആയിട്ട് സേവ് ചെയ്യുന്നു. ആ ഇമേജിനെ നമുക്ക് കീ ഫ്രെയിം എന്ന് വിളിക്കാം. എന്നിട്ട് Ebsynth സോഫ്റ്റ്വെയറിൽ ആ ഒറിജിനൽ ഇമേജ് സീക്വൻസും ആ മാനിപ്പുലേറ്റ് ചെയ്ത കീ ഫ്രെയിമും ഇമ്പോർട്ട് ചെയ്യുവാണെങ്കിൽ ആ സോഫ്റ്റ്വെയർ തന്നെ ആ കീ ഫ്രെയിമിൽ വരുത്തിയ ചേഞ്ചസ് ആ എൻറ്റയർ ഇമേജ് സീക്വൻസിലും അപ്ലൈ ചെയ്ത് തരും. അതായത് ഒരു ഫ്രെയിമിൽ മാത്രമാണ് നിങ്ങൾ എഡിറ്റിംഗ് ചെയ്തിട്ടുള്ളെങ്കിലും ആ ഫുൾ വീഡിയോയിലും അത് അപ്ലൈ കിട്ടും. പലപ്പോഴും അതൊരു പെർഫെക്റ്റ് റിസൾട്ട് ആവണമെന്നൊന്നുമില്ല. നല്ല ഷാർപ്പ് ഫുട്ടേജ് ഒക്കെ അല്ലെങ്കിൽ എഡ്ജൊക്കെ ജിറ്റർ അടിക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട്. എന്നാലും നല്ല ക്വാളിറ്റി ഉള്ള ഫുട്ടേജ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നല്ലൊരു ക്വാളിറ്റി ഔട്ട് തന്നെ നിങ്ങൾക്ക് ഇത് വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ പ്രോജക്റ്റിന്റെ കേസിൽ ഈ ഒറിജിനൽ ട്രാൻസ്പെറന്റ് ഫുട്ടേജ് ഉണ്ടല്ലോ, അതിനെ ഒരു ഇമേജ് സീക്വൻസ് ആയിട്ട് ഞാൻ കൺവേർട്ട് ചെയ്തു. എന്നിട്ട് അതിലൊരു ഫ്രെയിമിനെ ഫോട്ടോഷോപ്പിൽ ഇരുന്ന് വർക്ക് ചെയ്തിട്ട് അത്യാവശ്യം ലൈറ്റിംഗ് ഒക്കെ ചേഞ്ച് ചെയ്ത് ഷാഡോസ് ഒക്കെ ആഡ് ചെയ്ത് അത്യാവശ്യം റീടച്ചിങ് ഒക്കെ ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് ഇമേജുമായിട്ട് മാച്ച് ആവുന്ന ഒരു കീ ഫ്രെയിം സെറ്റാക്കി. എന്നിട്ട് Ebsynth യൂസ് ചെയ്തിട്ട് ഈ കീ ഫ്രെയിമിനെ ആ ഒറിജിനൽ ഇമേജ് സീക്വൻസിലേക്ക് അപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ ഔട്ടാണ് ഇത്. ഇനി നമ്മൾ Element 3Dയിൽ ആ ലൈവ് ആക്ഷൻ ഫുട്ടേജിനെ ഒരു ടെക്സ്ചർ ആയിട്ട് ഒരു പ്ലെയിനിൽ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഫുട്ടേജിനെ നമ്മൾ ഈ Ebsynth നിന്ന് കിട്ടിയ ഇമേജ് സീക്വൻസുമായിട്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ അത്യാവശ്യം ആ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് സിങ്ക് ആവുന്ന ഒരു ഔട്ട് തന്നെ നമുക്ക് കിട്ടും. പിന്നെ കുറച്ച് ഷാഡോസ് ഒക്കെ വരച്ച് ചേർത്ത് കുറച്ചുകൂടെ അഡ്ജസ്റ്റ്മെന്റ്സും കളറിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഷോട്ടുകളുടെ കമ്പോസിറ്റിംഗ് കംപ്ലീറ്റ് ആയി നമുക്ക് ഈ ഷോട്ടുകൾ ഫൈനൽ റെൻഡറിങ്ങിന് വെക്കാം. Ebsynthനെ കുറിച്ച് ഞാനൊന്ന് ഓടിച്ച് പറഞ്ഞേ ഉള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് യൂട്യൂബിലുണ്ട്, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഷൂട്ട് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചില ഷോട്ടുകളിൽ ഈ ആക്ടറിന് പകരം യൂസ് ചെയ്തിരിക്കുന്നത് ആക്ടറിനെ 3D സ്കാൻ ചെയ്തെടുത്ത ഒരു CG ഡബിളിനെയാണ്. ഈ 3D സ്കാൻ ഒക്കെ എടുക്കുമ്പോൾ മിക്കവാറും ആ മോഡലിന്റെ ടോപ്പോളജി ഒക്കെ ഭയങ്കര ശോകമായിരിക്കും. സോ ആദ്യം ഞാൻ ആ 3D സ്കാൻ കംപ്ലീറ്റ്ലി ബ്ലെൻഡറിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റീവർക്ക് ചെയ്തു, ഇംപെർഫെക്ഷൻസ് ഒക്കെ മാക്സിമം കളഞ്ഞു, ടെക്സ്ചർ ഒക്കെ ഫിക്സ് ചെയ്തു. എന്നിട്ട് മിക്സമോയിൽ കൊണ്ടുപോയി ആനിമേറ്റ് ചെയ്തു. ഓടുന്നത്, ചാടുന്നത്, കിക്ക് ചെയ്യുന്നത് ഈ ആനിമേഷൻസ് ഒക്കെ മിക്സമോയിൽ തന്നെ എടുത്തതാണ്. എന്നിട്ട് റോബോട്ട്സിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ ആനിമേറ്റഡ് മോഡലിനെയും OBJ സീക്വൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്തു, Element 3Dയിലേക്ക് ഇമ്പോർട്ട് ചെയ്തു, ക്യാമറയ്ക്ക് ആനിമേഷൻസ് കൊടുത്തു, ഷോട്ട് റെൻഡർ അടിച്ചു. ഈ പറഞ്ഞ പരിപാടി വൈഡ് ആയിട്ടുള്ള ഷോട്ടുകളൊക്കെ നടക്കും. പക്ഷെ ക്ലോസപ്സിൽ ഇങ്ങനെ മാത്രം ചെയ്താൽ പോരാ. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ 3D സ്കാനിൽ ഫേസിന്റെ ഡീറ്റെയിൽസ് ഒന്നും പ്രോപ്പർ ആയിട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഒരുപാട് ക്ലോസപ്സോ ഫേസ് ഒരുപാട് കാണുന്ന രീതിയിലോ ഒക്കെ നമുക്ക് ഈ മോഡൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് നമ്മൾ ബുദ്ധി പ്രയോഗിക്കേണ്ടത്. കാരണം ആൾക്കാർ എന്തെങ്കിലും കണ്ടാലല്ലേ ഇംപെർഫെക്ഷൻസ് അവർ നോട്ടീസ് ചെയ്യത്തുള്ളൂ. ആൾക്കാരൊന്നും കാണാതിരിക്കാൻ വേണ്ടി VFXൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്ലാസിക് ടെക്നിക് ഉണ്ട്. ഒരു സാധനം പോലും ആൾക്കാർ കാണില്ല. ഈ പുകയിട്ട് ഇംപെർഫെക്ഷൻസ് മറക്കുന്ന പരിപാടി ഞാനായിട്ട് കണ്ടുപിടിച്ചൊന്നും അല്ല കേട്ടോ. ഈവൻ ഫിലിംസിൽ പോലും അത്യാവശ്യം വരുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണിത്. സോ ഇതിനെ ഒരു പ്രൊഫഷണൽ ഉടായിപ്പായിട്ട് കണ്ടാൽ മതി. അങ്ങനെ ഫുൾ CG ആയിട്ടുള്ള ഷോട്ടുകളും കംപ്ലീറ്റ് ചെയ്ത് ചില ഷോട്ടുകളിൽ ചില അഡീഷണൽ എലമെന്റ്സ്, ഈ എക്സ്പ്ലോഷൻസ്, മസിൽ ഫ്ലാഷസ് ഇതൊക്കെ ആഡ് ചെയ്ത് എല്ലാ VFX ഷോട്ടുകളും കംപ്ലീറ്റ് ചെയ്ത് റെൻഡർ ചെയ്തെടുത്തു. ഈ പ്രോജക്റ്റിന്റെ അവസാനം ചെറിയൊരു ക്രെഡിറ്റ് സീനും കൂടിയുണ്ട്. ആ പോർഷൻ അത്യാവശ്യം റെസ്പോൺസ് കിട്ടിയതാണ്. സോ അതെങ്ങനെ ചെയ്തെന്നും കൂടെ ഞാൻ ക്വിക്ക് ആയിട്ടൊന്ന് പറഞ്ഞുതരാം. അന്ന് ഷൂട്ട് കഴിഞ്ഞിട്ട് പ്രിൻസിയെ കൊണ്ട് പോസ് ചെയ്യിപ്പിച്ചിട്ട് കുറച്ച് ഫോട്ടോസ് ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ CG ഡബിളിനെ യൂസ് ചെയ്തിട്ട് കുറച്ച് പോസസും ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഫോട്ടോസ് പിന്നീട് ട്രേസ് ചെയ്തിട്ടാണ് ആ ക്രെഡിറ്റ് സീനിലെ ഇല്ലുസ്ട്രേഷൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നീട് Element 3Dയിൽ തന്നെ ഒരു 3D സ്പേസിൽ ഇതെല്ലാം അറേഞ്ച് ചെയ്തിട്ട് കുറച്ച് AI ജനറേറ്റഡ് ഇമേജസ് ഒക്കെ യൂസ് ചെയ്തിട്ട് കുറച്ച് ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ തട്ടിക്കൂട്ടി ടെക്സ്റ്റ് ആനിമേഷൻസും ക്യാമറ മൂവ്മെന്റ്സ് ഒക്കെ കൊടുത്ത് ഫൈനലി ക്രെഡിറ്റ് സീനും ഫിനിഷ് ചെയ്തു. എല്ലാ ഷോട്ടുകളും കംപ്ലീറ്റ് ആയ സ്ഥിതിക്ക് ഈ ഫൈനൽ ഷോട്ടുകളൊക്കെ പ്രീമിയർ പ്രോയിൽ എഡിറ്റ് ചെയ്ത് കമ്പൈൻ ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് സൗണ്ട് ഡിസൈൻ ആയിരുന്നു. അതും ചെയ്തത് പ്രീമിയർ പ്രോയിൽ തന്നെയാണ്. അങ്ങനെ വിഷ്വൽസും ഓഡിയോയും ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഒരുപാട് നാളത്തെ പട്ടിപ്പണികൾക്ക് ശേഷം നമ്മുടെ ലൈവ് ആക്ഷൻ സൈബർപങ്ക് സീൻ റെഡിയായി. മാസങ്ങളുടെ അധ്വാനം ഫൈനലി കെയിം ടു ആൻ എൻഡ്.
ഓക്കെ, ജോക്സ് അപ്പാർട്ട് കുറച്ച് കാര്യങ്ങളൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന മെത്തേഡ്സ് അല്ലെങ്കിൽ ഞാൻ ഫോളോ ചെയ്തിരിക്കുന്ന മെത്തേഡ്സും ഒന്നും ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആണെന്നോ പ്രൊഡക്ഷനിൽ ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നോ ഞാൻ ഒരിക്കലും പറയത്തില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ ഷോട്ടുകളൊക്കെ കീ ചെയ്ത് റോട്ടോ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനെല്ലാം ഇൻഡിവിജ്വലി ട്രാൻസ്പെറൻറ്റ് വീഡിയോസ് ആയിട്ട് സേവ് ചെയ്തു എന്ന് ഞാൻ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു പരിപാടിയില്ല. റോട്ടോ ചെയ്ത് കഴിയുമ്പോൾ റോട്ടോയുടെ ഡേറ്റ ഒരു മാറ്റ് ആയിട്ടാണ് അവർ സേവ് ചെയ്യുന്നത്, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാറ്റ്. എന്നിട്ട് കോമ്പോസിറ്റിങ്ങിന്റെ സമയത്ത് ഈ മാറ്റ് യൂസ് ചെയ്തിട്ട് ഈ ഒറിജിനൽ ഫുട്ടേജിൽ നിന്ന് സബ്ജക്റ്റിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ഈ ഒറിജിനൽ ഫുട്ടേജിന് ചേഞ്ചസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കട്ട് ചെയ്ത പോർഷൻസ് എന്തെങ്കിലും നമുക്ക് തിരിച്ചെടുക്കണമെങ്കിലൊക്കെ ഈ ഒറിജിനൽ ഫുട്ടേജ് അതുപോലെ തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് എളുപ്പമുണ്ട്. പക്ഷേ ട്രാൻസ്പെറൻറ്റ് വീഡിയോസ് ആയിട്ട് സേവ് ചെയ്താൽ നമുക്ക് അങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി ഇല്ല. സ്റ്റിൽ ഞാൻ എന്തുകൊണ്ട് ആ മെത്തേഡ് യൂസ് ചെയ്തില്ല എന്ന് വെച്ചാൽ ഓൾറെഡി തന്നെ ഈ പ്രോജക്റ്റ് എൻ്റെ ലാപ്പിൽ അന്യായ ലോഡായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം ഒരു മാറ്റും കൂടെ ലോഡ് ചെയ്ത് അഡീഷണൽ ലോഡ് കൊടുക്കണ്ടല്ലോ എന്നുള്ളതുകൊണ്ടാണ് കീ ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ റോട്ടോ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഷോട്ടുകളെ ട്രാൻസ്പെറൻറ്റ് വീഡിയോസ് ആയിട്ട് സേവ് ചെയ്തത്. അതുപോലെ ഈ പ്രോജക്റ്റിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ മെത്തേഡ്സും എൻ്റെ ലാപ്ടോപ്പിൻ്റെ കേപ്പബിലിറ്റീസും എനിക്കന്ന് ഉണ്ടായിരുന്ന ടൈമും പിന്നെ അന്ന് എനിക്ക് അറിയാമായിരുന്ന ഈസിയസ്റ്റ് മെത്തേഡ്സും യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരിക്കലും ഈ പറയുന്നത് ഒരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആയിട്ട് വിചാരിക്കേണ്ട, ഈ പറയുന്നത് ഞാനൊരു പ്രൊഫഷണൽ ആയിട്ടും വിചാരിക്കേണ്ട. രണ്ടാമത്, ഈ പ്രോജക്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ ടോട്ടൽ എടുത്തത് 7 മാസമാണ്. ഒന്ന് ആലോചിക്കണം, 2 മിനിറ്റ് പോലും തികച്ചില്ലാത്ത ഈ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് ഞാൻ 7 മാസം ഇൻവെസ്റ്റ് ചെയ്തത്. ആ സമയം കൊണ്ട് ഞാൻ കോളേജ് കഴിഞ്ഞായിരുന്നു. ഫൈനൽ പ്രോജക്റ്റിൽ എനിക്കിത് കംപ്ലീറ്റ് വർക്ക് ചെയ്ത് വെക്കാൻ പറ്റിയില്ല, സമയം കിട്ടിയില്ല. അതുകൊണ്ട് നിലവിൽ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നതിൻ്റെ ഒരു വളരെ മോശം വെർഷനാണ് അന്ന് ഞാൻ പ്രോജക്റ്റിന് വേണ്ടി വെച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ജോബിന് കയറി. എല്ലാ ദിവസവും രാവിലെ വർക്കിന് പോകുന്നതിന് മുമ്പ് ഈ പ്രോജക്റ്റിലിരുന്ന് വർക്ക് ചെയ്യും. ജോലി കഴിഞ്ഞ് ഒരു 7:30 ആയിട്ട് തിരിച്ചു വരും. എന്നിട്ട് വീണ്ടും ഇരുന്ന് വർക്ക് ചെയ്യും ഒരു 12 മണി വരെ. അങ്ങനെയൊക്കെ ഇരുന്ന് വർക്ക് ചെയ്തിട്ടാണ് 7 മാസം കൊണ്ടെങ്കിലും എനിക്ക് പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. ഈ ഒരു 7 മാസ കാലയളവിൽ ഞാൻ എൻ്റെ ചുറ്റുപാടുള്ള ആൾക്കാരിൽ നിന്ന് ഏറ്റവും കൂടുതൽ കേട്ടൊരു ചോദ്യമുണ്ട്, എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്, ആർക്ക് വേണ്ടി ഇതൊക്കെ ചെയ്ത് കൂട്ടുന്നത്? ഒരു തരത്തിൽ പറഞ്ഞാൽ ചോദിക്കുന്നതിനകത്തും കാര്യമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കും, ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം ഇത് ഫുള്ള് VFX ആണ്. ഒരു പെർഫെക്ഷനും ഇല്ല, റിയലിസവും ഇല്ല. ഇതിന് 2 മിനിറ്റ് ഡ്യൂറേഷനുള്ളൂ. നമുക്കിതിനെ ഒരു ഷോർട്ട് ഫിലിം എന്ന് പോലും പറയാൻ പറ്റത്തില്ല. സോ പലരുടെയും കണ്ണിൽ ഈ കഷ്ടപ്പാടുകളൊക്കെ അനാവശ്യമായ എഫേർട്ടാണ്. പക്ഷേ എനിക്ക് അവരോട് പറയാനുള്ളത് സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ ഈ വാക്കുകളാണ്. ജീവിതത്തിൽ ഒരു പ്രതിഫലവും നിങ്ങൾക്ക് കിട്ടില്ല, അല്ലെങ്കിൽ പ്രതിഫലം കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ലാത്ത ഒരു കാര്യത്തിൽ പോലും നിങ്ങൾക്ക് അത് ചെയ്യണമെന്ന് ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ അതിനാണ് ഈ പാഷൻ എന്ന് പറയുന്നത്. ഇത് ചെയ്താൽ എനിക്ക് വലിയ പ്രതിഫലമൊന്നും കിട്ടുമെന്ന് തോന്നില്ല, എന്നാലും എനിക്കിത് ചെയ്യാൻ ഇഷ്ടമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതാണ് എൻ്റെ മേഖല എന്ന് നിങ്ങൾ ഒരു മേഖലയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതാണ് ശരിക്കും നിങ്ങളുടെ പാഷൻ. ഞാനിത് ചെയ്താൽ എനിക്ക് പ്രതിഫലം കിട്ടും, ഇത്ര രൂപ ചെയ്താൽ ഇത്ര മണിക്കൂർ പണിയെടുത്താൽ ഇത്ര രൂപ കിട്ടും, അതുകൊണ്ട് ആ പണി ചെയ്യാമെന്ന് വിചാരിക്കുന്നതിന് അത് പാഷനല്ല, അത് പൈസയോടുള്ള സ്നേഹമാണ്, ജീവിത സുഖങ്ങളോടുള്ള താല്പര്യമാണ്. അതല്ല പാഷൻ. നമ്മൾ ചില ജോലി ചെയ്യുമ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആവും, നമ്മൾ വാച്ചേ നോക്കില്ല, അതിൽ നിന്ന് പ്രതിഫലം കിട്ടുമെന്ന് നോക്കില്ല, എത്ര സമയം പോയെന്നറിയില്ല, അതിന് എത്ര പൈസ ചെലവഴിച്ചെന്ന് ചിലപ്പോൾ ചിന്തിക്കില്ല. അങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു ജോലി ഉണ്ടെന്നിരിക്കട്ടെ, അതിനാണ് യഥാർത്ഥത്തിൽ പാഷൻ എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ച് ഇത്തരം പ്രൊജക്ട്സ് ഒക്കെ ശരിക്കും പാഷൻ കൊണ്ട് മാത്രം ചെയ്യുന്നതാണ്, അല്ലാതെ നമുക്ക് ഇതിന് വേറൊന്നും തിരിച്ചു കിട്ടാനില്ല. ചിലപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയ പ്രൊജക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എക്സൈറ്റ്മെന്റ്, അല്ലെങ്കിൽ ഒരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ആ ക്രൂവിൻ്റെ ഉള്ളിലുള്ള ഒരു വൈബ്, ഈ ഷൂട്ടിനൊക്കെ വേണ്ടി തിരക്ക് പിടിച്ച് ഓടുന്നതിന് ഒരു രസമൊക്കെ ഉണ്ട്. അതും അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രൊജക്ട്സ് ഒക്കെ പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ ആരെങ്കിലും ഒരാൾ നമ്മളിട്ട് എഫേർട്ടിന്റെ ചെറിയൊരു പോർഷനൊക്കെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞൊരു കമന്റ് ഇടുന്നു. ഇങ്ങനത്തെ ചെറിയ ചെറിയ റിവാർഡ്സ് മാത്രമേ നമുക്ക് ഇത്തരം കഷ്ടപ്പാടുകൾക്ക് തിരിച്ചു കിട്ടത്തുള്ളൂ. ഈ മേക്കിംഗ് വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പോലും ഈ പറഞ്ഞ ഫൈനൽ ഔട്ട്പുട്ട് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടില്ല. സോ എനിക്ക് അറിഞ്ഞുകൂടാ എന്ത് റെസ്പോൺസ് ആണ് ഇതിന് കിട്ടാൻ പോകുന്നത്. പക്ഷേ ഇതിന് കിട്ടുന്ന വ്യൂസോ ഷെയറോ അല്ലെങ്കിൽ കമന്റ്സോ ഒന്നും അല്ലല്ലോ. ഇതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഇന്ന് ഞാൻ ശ്രമിക്കുന്നത് ഒരിക്കലും ഒരു പെർഫെക്റ്റ് ഔട്ട് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഫിലിം ക്വാളിറ്റി ഉള്ള ഒരു സാധനം ക്രിയേറ്റ് ചെയ്യാനോ ഒന്നുമല്ല. അതൊന്നും ഇപ്പം എന്നെ കൊണ്ട് നടക്കത്തുമില്ല. എനിക്ക് ഇന്ന് അറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട്, എനിക്ക് ഇന്നുള്ള റിസോഴ്സസ് വെച്ചിട്ട് ഇന്ന് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഞാൻ ചെയ്യുന്നു. ആൻഡ് റിയലിസ്റ്റിക്കലി ആർട്ടിസ്റ്റുകൾ എന്ന രീതിക്ക് നമുക്ക് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. പെർഫെക്ഷൻ നമുക്ക് ആഗ്രഹിക്കാം, പക്ഷേ പെർഫെക്ഷനിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഒരുപാട് ഇംപെർഫെക്ഷൻസ് ക്രോസ് ചെയ്ത് പോകേണ്ട ഒരു ജേണിയാണ്. ഇപ്പോൾ VFX ഇൻഡസ്ട്രിയിലാണെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞതുപോലെ പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. റോട്ടോ ചെയ്യാനായിട്ട് റോട്ടോ എന്നൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പ്രെപ്പ് വർക്ക് ചെയ്യാൻ അതിനൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, കോമ്പോസിറ്റിങ്ങിന് സെപ്പറേറ്റ് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. പക്ഷേ ഈ ഒരു പ്രൊജക്റ്റിൽ ഈ പറഞ്ഞ വർക്കുകളൊക്കെ ചെയ്തത് ഞാൻ തന്നെയാണ്. ഒബ്വിയസ്ലി അതുകൊണ്ടാണ് ഈ പ്രൊജക്റ്റിന് ഇത്രയും ലെങ്ത് പോയതും 7 മാസ കാലയളവ് വന്നതും അതുപോലെ ഇത്രയധികം ഇംപെർഫെക്ഷൻസ് ഇതിൽ വന്നതിന്റെ കാരണം ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തതെന്നുള്ളതുകൊണ്ടാണ്. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ മേക്കിംഗ് വീഡിയോസ് മാക്സിമം ഡീറ്റെയിൽഡ് ആക്കാൻ ശ്രമിക്കുന്നത്. ഞങ്ങൾ ചെയ്ത ഇംപെർഫെക്ഷൻസിനെ കുറിച്ചും ഞങ്ങളിട്ട ഇരട്ടിപ്പണികളെ കുറിച്ചൊക്കെ ഞാൻ ഈ മേക്കിംഗ് വീഡിയോസിനകത്ത് പറയാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഒരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ത്രൂ ഔട്ട് അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരിക്കണം എന്നൊന്നുമില്ല. അതിനകത്ത് കുറേ മെക്കാനിക്കൽ വർക്ക്സ് വരാം, ചിലപ്പോൾ ക്രിയേറ്റിവിറ്റി ഇതിൻ്റെ എല്ലാ സ്റ്റേജസിലും അത്ര ആവശ്യമായിട്ട് വരണമെന്നില്ല. ഇതിങ്ങനെയാണ്. ഒരു ക്രിയേറ്റീവായ ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ ഒരിക്കലും ഒരാളും ശ്രദ്ധിക്കാൻ പോണില്ലാത്ത എഫേർട്സ് നമ്മൾ ഇട്ടേ പറ്റൂ. ഇപ്പോൾ ഈ സീരീസിൻ്റെ ഫസ്റ്റ് വീഡിയോ ആയിട്ടുള്ള പ്രീ പ്രൊഡക്ഷനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ഫീഡ്ബാക്കിനായിട്ട് കുറച്ച് ഫ്രണ്ട്സിന് അയച്ചായിരുന്നു. അപ്പോൾ കുറച്ച് പേര് എന്നോട് ചോദിച്ചായിരുന്നു, എന്തിനാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കുന്നത്, എന്തിനാണ് ഇത്രയും ചെറിയ
ചെറിയ കാര്യങ്ങളെ പറ്റി ഒരുപാട് സംസാരിക്കുന്നത്. ഇതൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടോ, ഇതൊക്കെ ആരെങ്കിലും നോട്ടീസ് ചെയ്യുമോ? പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത്തരം ചെറിയ ഡീറ്റെയിൽസിൽ നമ്മൾ വർക്ക് ചെയ്താൽ മാത്രമാണ് ഇങ്ങനെ ഒരു ഔട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഉള്ള കാര്യം നമുക്ക് ഓഡിയൻസിനോട് പറയണമല്ലോ. പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഞാൻ ഈ ചാനൽ ക്രിയേറ്റ് ചെയ്തെന്നും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അതായത് ഞാൻ ആദ്യമായിട്ട് ഫിലിം മേക്കിംഗ് എന്നൊരു ഫീൽഡിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് വന്ന സമയത്ത് എനിക്ക് ആക്സസിബിൾ ആയിരുന്ന റിസോഴ്സസ് വളരെ കുറവായിരുന്നു, എസ്പെഷ്യലി മലയാളത്തിൽ. അന്ന് ഈ പ്രൊഫഷണൽസ് ഒക്കെ ചെയ്യുന്ന വലിയ വലിയ വർക്ക്സ് ഒക്കെ കണ്ടിട്ട് കിളി വേറിയിരിക്കാന്നല്ലാതെ ഇതൊക്കെ എവിടുന്ന് തുടങ്ങും, ഇതിന്റെ ബേസിക്സ് എന്താണ്, അന്ന് ഇതിനെ പറ്റിയൊന്നും ഒരു ഐഡിയ ഇല്ല. സോ ബേസിക്സിൽ നിന്ന് ഇതൊക്കെ പഠിച്ചു തുടങ്ങാനുള്ള റിസോഴ്സസ് എനിക്ക് ഒരുപാട് കണ്ടെത്താൻ പറ്റിയില്ല, തീരെ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഫിലിം റയോട്ട്, പിന്നെ സിനിക്കോം, ഇതൊക്കെ നല്ല ചാനൽസ് ആയിരുന്നു. സോ ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് എന്തായിരുന്നു ആവശ്യം, അതാണ് ഞാൻ ഇപ്പോൾ ഈ ചാനലിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അന്ന് എനിക്ക് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആവശ്യമായിരുന്നു. സോ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ വീഡിയോസ് ഡീറ്റെയിൽഡ് ആക്കാൻ ശ്രമിക്കുന്നു. അന്ന് എനിക്കുണ്ടായിരുന്ന ബ്രാൻഡൊക്കെ ഷെയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഇന്ന് ഈ ചാനലിലെ വീഡിയോസ് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്നാന്ന് വെച്ചാൽ ഇത്തരം കണ്ടൻസ്, ഇത്തരം ക്രിയേറ്റീവായ കണ്ടൻസ് വളരെ സെലക്റ്റീവായ ഒരു ഓഡിയൻസിന് മാത്രം ആവശ്യമുള്ളതാണ്. പോരാത്തതിന് ഈ കണ്ടൻസ് ഞാൻ ചെയ്യുന്നത് മലയാളത്തിലാണ്. ആൻഡ് മലയാളം ഒരു പ്രാദേശിക ഭാഷയാണ്. ഇത് ഹിന്ദി എങ്ങാനും ആയിരുന്നെങ്കിൽ നമുക്കൊരു പാൻ ഇന്ത്യൻ റീച്ച് ഒക്കെ പ്രതീക്ഷിക്കായിരുന്നു. പക്ഷേ ഇതിപ്പോൾ മലയാളം ആയതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ ഇതെവിടെ വരെ എത്തുന്നു. സോ ഞാനും കുറച്ച് എക്സൈറ്റഡ് ആണ് ഈ ചാനലിൻ്റെ ഫ്യൂച്ചർ എന്താണെന്ന് അറിയാൻ. കണ്ടറിയണം BehindCrew നിനക്ക് എന്താ സംഭവിക്കാം. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്സ് കമന്റ് സെക്ഷനിലും അറിയിക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിരിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റുകളുടെയും പ്രൊഫൈൽസിന്റെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവരുടെ പ്രൊഫൈൽസ് വിസിറ്റ് ചെയ്യാം, അവരെ ഫോളോ ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. സോ വീണ്ടും കാണുന്നത് വരെ ലെറ്റ്സ് ലേൺ, ക്രിയേറ്റ് ആൻഡ് ഗ്രോ ടുഗദർ. സീ യു സൂൺ.